സൂപ്പർ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനെ പറ്റി തീരുമാനിക്കുന്നത്. മുമ്പുണ്ടായിരുന്നു, പക്ഷേ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് പിന്നെ മാറ്റണമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പലരുമായിട്ട് ഡിസ്കസ് ചെയ്തു. പലരും പല കമ്പനികളെ പേരുകളൊക്കെ റെക്കമെൻഡ് ചെയ്തു. കൂടാതെ ഞങ്ങൾ ഓൺലൈനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെ കേരളത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആരൊക്കെയാണ്, അത് 1-2 ടോപ്പ് ലെവലിൽ നിൽക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് അതിൽ റാക്കിൻ്റെ കണ്ടത്. ലക്ഷ്മൺ സാർ ആദ്യം ആരൊക്കെ ഇൻറ്റീരിയേഴ്സിനെ മീറ്റ് ചെയ്യുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ഷോറൂമിലാണ്. ട്രിവാൻഡ്രം ഷോറൂമിൽ അദ്ദേഹം വിസിറ്റ് ചെയ്യുക. അതിനുശേഷം അവിടുത്തെ ബ്രാഞ്ച് മാനേജറായിട്ട് നമ്മുടെ കൊച്ചിയിലെ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ വിസിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നു. അത് അദ്ദേഹത്തിന് ഒരു ട്രസ്റ്റ്, ലൈക്ക് നമ്മളെ കൊണ്ടത് ചെയ്യാൻ പറ്റുമോ, നമുക്കതിന് കപ്പാസിറ്റി ഉണ്ടോ എന്നറിയാനായിട്ടുള്ളൊരു വിസിറ്റായിട്ടാണ് എനിക്കന്ന് സ്റ്റാർട്ടിങ് ടൈമിൽ ഫീൽ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ പ്രൊഡക്ട്സുകൾ കാണിച്ചു, നമ്മുടെ ഫിനിഷേഴ്സുകൾ കാണിച്ചു, നമ്മളെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകൾ കാണിച്ചു. എസ്പെഷ്യലി നമ്മുടെ ഫാക്ടറി, കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഫാക്ടറി എന്ന് നമുക്ക് തന്നെ പറയാം. പാനൽ പ്രോസസ്സിങ്ങിനും ഇതിനുള്ള എല്ലാത്തിനുമുള്ള നമ്മുടെ ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഫാക്ടറി സെറ്റപ്പ് നമുക്ക് കൊച്ചിയിലുണ്ട്. അദ്ദേഹത്തിനെ നമ്മൾ ഫാക്ടറിയിൽ കൊണ്ടുപോയി അതിൻ്റെ പ്രോസസ്സുകളും എങ്ങനെയാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത്, അതെങ്ങനെയാണ് എക്സിക്യൂഷൻ ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് നമ്മളോട് വളരെയധികം ട്രസ്റ്റ് തോന്നി. അന്ന് മുതൽ നമ്മൾ ഡിസൈനിങ് സ്റ്റേജിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ടായിരുന്നു, എങ്ങനെ ഇത് എക്സിക്യൂട്ടീവ് ചെയ്ത് പോകുന്നുള്ള കാര്യം. അപ്പോൾ അത് അവരുടെ ഭാഗത്തുനിന്ന് RAK ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും മെറ്റീരിയൽ സെലക്ഷൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള പെയിൻറ്റിൻ്റെ ആയാലും ബാക്കി എല്ലാം സെലക്ഷൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിനും അവർ ഞങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് റെക്കമെൻഡ് ചെയ്ത് തന്ന ഓരോ കളറും എല്ലാം അതെല്ലാം ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഇവിടെ ഈ സൈറ്റിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഈ സൈറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത് വെനീറാണ് കോമൺ ഏരിയാസിൽ ഏറ്റവും കൂടുതൽ. ഒരു കോമ്പിനേഷൻസ് ആണ് ഓൾ മെറ്റീരിയൽസ്, അതായത് PU ഉപയോഗിച്ചിട്ടുണ്ട്, ഇറ്റാലിയൻ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ PU ആൻഡ് വെനീർ യൂസ് ചെയ്തിട്ടുണ്ട്, ഗ്ലാസ് മിറേഴ്സ് വർക്ക്സ്, അതേപോലെ ലാമിനേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ആക്രിലിക് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ടൈപ്സിലുള്ള ഫിനിഷസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ മോസ്റ്റ്ലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന വെനീസാണ്. എങ്ങനെയാണോ നമുക്ക് 3D ഞങ്ങളിത് വ്യൂ കാണിച്ചിരുന്നത് അത് തന്നെയാണ് ഫൈനലിലേക്ക് എത്തുന്ന രൂപത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും മെറ്റീരിയൽ സെലക്ഷനിലായാലും എല്ലാം ഞങ്ങൾക്ക് എന്താണോ ഞങ്ങൾ 3D ഞങ്ങൾ കണ്ടിരുന്നത് അത് തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അവരെല്ലാം. കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരുന്നത്, ഈ വീടിൻ്റെ ഹൈറ്റ് 4.5 മീറ്റർ ഒരു ഫ്ലോറിൻ്റെ ഹൈറ്റ്. സാധാരണ വീടുകളുടെ ഹൈറ്റ് വരുമ്പോൾ ഫോൾ സീലിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2.7 മീറ്റർ ഒക്കെയാണ് സാധാരണ, 3 മീറ്റർ വരെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഒരു ഫ്ലോർ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 4.5 മീറ്റേഴ്സ് ഉണ്ട്. അതായത് സീലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 3.6 മീറ്ററൊക്കെ ഹൈറ്റ് വരുന്ന പല ഏരിയാസും ഈ വീടിൻ്റെ പല ഏരിയകളിലുണ്ട്. അപ്പോൾ നമുക്ക് ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കേരള മാർക്കറ്റിൽ 3 മീറ്റർ ഹൈറ്റിലുള്ള ലൈക്ക് പ്ലൈവുഡ് ആണെങ്കിലും MDF ആണെങ്കിലൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. സോ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പുറത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ചെയ്ത മെറ്റീരിയൽസാണ്. അത് പാനലിങ്ങിനാണെങ്കിൽ എല്ലാത്തിനും 3 മീറ്ററിൽ വെച്ചിട്ടുണ്ട്. ഈവൻ വാർഡ്രോബിൻ്റെ ഡോസ് എല്ലാം 3 മീറ്ററാണ്. ഈ വീട് ഞാൻ മുമ്പും പറഞ്ഞായിരുന്നു, ഈ വീട് പലരും വന്ന് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, പലരും പല സ്ഥലത്തും പോയി കണ്ടിട്ടുണ്ട് വീടുകൾ. പക്ഷേ ഇവിടെ വന്ന് കാണുന്നവർ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നു. അന്നേരം അത് എന്തുകൊണ്ട് സംതിങ് സ്പെഷ്യലാണല്ലോ. അതാണ് RAK ഇൻറ്റീരിയറിനെ ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള നമുക്ക് തോന്നാൻ കാരണം. തീർച്ചയായിട്ടും അതുകൊണ്ട് റെക്കമെൻഡ് ചെയ്യും. എല്ലാം അവർ ഭംഗിയായിട്ട് അവസാനിപ്പിച്ചതാണ്.